വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ്. ഇറ്റ്സ് മീ ബനാസ ഖാലിദ്. മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസിലെ ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ചാപ്റ്ററിന്റെ പേരെന്താണ്? 4th ചാപ്റ്റർ സീഡ്സ് ഓഫ് ലൈഫ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളെ, നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് പുതിയ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ മക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഏത് ചാപ്റ്റർ ആണ്? സീഡ്സ് ഓഫ് ലൈഫ്. അതായത് എന്താണ് സീഡ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്? ജീവൻ അല്ലെ, ലൈഫ് എന്ന് പറയുന്നത് ഏതിനുള്ളിലാണ്? സീഡിനുള്ളിലാണ് ലൈഫ് എന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ മക്കളെ, ഇന്ന് നമുക്ക് ചാപ്റ്ററിൽ ആദ്യമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നോക്കാം. ഓൺലി ലിവിങ് സീഡ്സ് ജെർമിനേറ്റ്, റൈറ്റ്? ചോദിക്കുകയാണ്, ലിവിങ് സീഡ്സ്, ജീവനുള്ള സീഡ്സ് മാത്രമല്ലേ ജെർമിനേറ്റ് ചെയ്യുള്ളൂ? അല്ലെങ്കിൽ ജെർമിനേറ്റ് ചെയ്യാൻ മീൻസ് മുളയ്ക്കുക അല്ലെ? ജീവനുള്ള സീഡ്സ് ആണോ ജെർമിനേറ്റ് ചെയ്യുന്നത്? അതെ അല്ലെ, ജീവനുള്ള സീഡ്സുകളാണ് മുളയ്ക്കുന്നത്. ലൈഫ് വിത്തിൻ ടൈനി സീഡ്സ് ഗ്രോസ് ഇൻ ഈവൻ ഹ്യൂജ് ട്രീസ്. അതായത് ഹ്യൂജ് ട്രീസ് ആയിട്ട് മാറുന്ന സീഡ്സിനുള്ളില് ലൈഫ് ഉണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് നമുക്കൊരു ആക്ടിവിറ്റിയാണ് തന്നിരിക്കുന്ന ടെക്സ്റ്റ് ബുക്കിൽ. എന്താണ്? കളക്ട് എ വെറൈറ്റി ഓഫ് സീഡ്സ്, ഡിസ്പ്ലേസ് സീഡ്സ് ഇൻ യുവർ ക്ലാസ് ആൻഡ് റൈറ്റ് അബൌട്ട് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു വെറൈറ്റി ഓഫ് സീഡ്സിനെ കളക്ട് ചെയ്യുക, അത് നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്പ്ലേ ചെയ്യാം. എന്നിട്ട് അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് എഴുതുക. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് നെയിം ഓഫ് ദി പ്ലാന്റ്. ഏത് പ്ലാന്റ് ആണ് നമ്മൾ എടുക്കുന്നത് അതിന് പേര് കൊടുക്കുക, പേര് പറയാ, അതിന്റെ കളറിനെ പറയാ, അതിന്റെ സൈസിനെ സൂചിപ്പിക്കുക, ഷേപ്പ് ആൻഡ് അതർ ഫീച്ചേഴ്സ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഒരു ആക്ടിവിറ്റി ആയിട്ട് ചെയ്തേണ്ട കാര്യങ്ങളാണ്. അപ്പൊ തീർച്ചയായും നിങ്ങളത് ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ ഞാൻ അതിനെ കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഏത് സീഡ് എടുത്താലും അതിന് ആദ്യം ആ സീഡ് ഏത് പ്ലാന്റിൽ നിന്നാണ് എടുത്തതാണെന്ന് മനസ്സിലാക്കണം. ഇനി അതിന്റെ കളറിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക. അതിന്റെ സൈസ്, ഷേപ്പ്, മറ്റെന്തൊക്കെ പ്രത്യേകത ഉണ്ടെങ്കിൽ അത് നമ്മൾ നോട്ട് ചെയ്യുക. ഇനി നോക്കാം. Even though the seeds have life, will all the seeds buried in the soil germinate? Why don't all the seeds germinate? ഒരു ചോദ്യം, മറ്റൊരു ചോദ്യം കുറച്ച് വെച്ചിരിക്കുന്നതാണ്. സീഡ്സിന് ലൈഫ് ഉണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ? അപ്പൊ ലൈഫ് ഉള്ള സീഡ്സ് തീർച്ചയായും ജെർമിനേറ്റ് ചെയ്യാം. എന്നാൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് സീഡ്സ് എല്ലാം, സോയിൽ കിടക്കുന്ന സീഡ്സ് എല്ലാം ജെർമിനേറ്റ് ചെയ്യോ, മുളയ്ക്കുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് നമ്മൾ ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ കുഞ്ഞുങ്ങളെ, നമുക്ക് അടുത്ത ഓരോ ഭാഗങ്ങളായിട്ട് ഒന്ന് പഠിച്ചു നോക്കാം. അപ്പൊ മക്കളെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന കാര്യങ്ങൾ തീർച്ചയായും നമുക്ക് എക്സാംസിനൊക്കെ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ മക്കളെ കണ്ടോണ്ടിരിക്കാതെ എന്ത് ചെയ്യണം? ഓടിപ്പോയി ഒരു ബുക്കും പേനയും എടുത്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് എഴുതി വെക്കുക. അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നതോട് നോക്കിയേ, ടെക്സ്റ്റ് ബുക്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് കുറച്ച് സീഡ്സിനെ ജെർമിനേറ്റ് ചെയ്യാം, മുളപ്പിക്കാം. അതിന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് നോക്കിയേ. വാട്ട് ഫാക്ടേഴ്സ് ആർ റിക്വയർഡ് ഫോർ ദി ജെർമിനേഷൻ ഓഫ് സീഡ്? ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നതിന്, ഒരു സീഡ് മുളയ്ക്കുന്നതിന്, ഒരു വിത്ത് മുളയ്ക്കുന്നതിന് എന്തൊക്കെ ഘടകങ്ങളാണ് ആവശ്യം? നമുക്കറിയുന്ന കാര്യങ്ങൾ എന്തൊക്കെ വേണം അല്ലെ? വെള്ളം വേണം. അതുപോലെ എന്തൊക്കെ വേണം? അതെ, മണ്ണ് വേണം. അതെ, എന്താണ്? സൂര്യപ്രകാശം വേണം അല്ലെ? വാട്ടർ, സോയിൽ, സൺലൈറ്റ്. പിന്നെ എന്ത് വേണം? ആവശ്യമായിട്ടുള്ള പ്രധാനമായിട്ട് വേണ്ടത് എന്തൊക്കെയാണ്? വെള്ളം വേണം, മണ്ണ് വേണം, അതുപോലെ സൺലൈറ്റ് വേണം. ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. എന്നാൽ ഈ പറയുന്ന എക്സ്പെരിമെന്റിലൂടെ, ഈ പറയുന്ന ഒരു പരീക്ഷണത്തിലൂടെ നമുക്ക് ഓരോന്നും എത്രത്തോളമാണ് ആവശ്യം, എന്തൊക്കെയാണ് അത്ര ആവശ്യമില്ലാത്തതെന്നൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ എക്സ്പെരിമെന്റ് നോക്കിയേ. നമുക്ക് ഒരു എക്സ്പെരിമെന്റിലൂടെ കണ്ടെത്താം എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് നമ്മുടെ ജെർമിനേഷൻ, സീഡ് ജെർമിനേഷന് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് ആദ്യം നമ്മൾ ചെയ്യാനുള്ളത്, അപ്പൊ എന്ത് ചെയ്യണം? മക്കൾ എന്ത് ചെയ്യുക? ഒരു ഗ്ലാസ്സിൽ കുറച്ച് നനഞ്ഞ മണ്ണെടുക്കുക, വെറ്റ് സോയിൽ എടുക്കുക. ഈ വെറ്റ് സോയിൽ എടുത്തിട്ട് ആ വെറ്റ് സോയിൽ എവിടെ നമ്മൾ വെക്കേണ്ടത്? ഗ്ലാസ്സിലാണ് വെക്കേണ്ടത്. നനവുള്ള ഒരു കുറച്ച് മണ്ണെടുത്ത് ഗ്ലാസ്സിൽ വെക്കുക. അതിനുശേഷം അതിലേക്ക് പീ സീഡ്സ്, നമ്മൾ പയറിന്റെ വിത്ത് ഇട്ട് കൊടുക്കുക. അപ്പൊ ആദ്യം ടേക്ക് സം വെറ്റ് സോയിൽ ഇൻ എ ഗ്ലാസ്, നനവുള്ള മണ്ണ് ഗ്ലാസ്സിൽ എടുക്കുക. ഇനി അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നത്? കുറച്ച് സീഡ്സ്, എന്തിന്റെ സീഡ്സ് ഇവിടെ എടുത്തിരിക്കുന്നത്? പീ സീഡ്സ് ആണ്, പയറിന്റെ വിത്തുകൾ എടുത്ത് അതിലേക്ക് ഇടുക. ഇനി പ്ലേസ് ഇറ്റ് ഇൻ ഏരിയ വേർ ഇറ്റ് ഗെറ്റ് സൺലൈറ്റ്. ഇനി ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? അത് എവിടെ വെക്കണം? അവിടെ എവിടെയെന്ന് വെച്ചാൽ പോരാ. എവിടെയാണ് സൂര്യപ്രകാശം ലഭിക്കുന്നത് അല്ലെ, സൺലൈറ്റ് ലഭിക്കുന്നത് എവിടെയാണ്? ആ ഒരു സ്ഥലത്തേക്ക് അത് വെക്കുക. വാട്ടർ ഷുഡ് ബി ഓൾസോ ഗിവൺ അറ്റ് എ റിക്വയർഡ് റേറ്റ് ടു മെയിൻറ്റെയിൻ മോയ്സ്ചർ. അപ്പൊ നമ്മുടെ ഈർപ്പോളം മണ്ണാണെന്ന് പറഞ്ഞാലും അല്ലെ, നമ്മൾ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിലാണ് വെച്ചു കൊടുക്കുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അതിൽ നിന്ന് ആ മണ്ണിന് വെള്ളം നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? യു ഷുഡ് വാട്ടർ ഷുഡ് ബി റിക്വയർഡ്, it should be given at a required rate to maintain moisture. അല്ലെ, ഈർപ്പം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട്, മോയ്സ്ചർ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഒബ്സർവ് ഇറ്റ് എവറി ഡേ. നമ്മൾ എക്സ്പെരിമെന്റ് നടക്കുകയാണ്, നോക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദിവസവും ഇതിന്റെ കാര്യങ്ങൾ പോയി നോക്കണം. ഇനി വാട്ട് ഓൾ ഫാക്ടേഴ്സ് ദ സീഡ്സ് ഗെറ്റ്സ്. അപ്പൊ നമ്മൾ ഇവിടെ ഈ പറയുന്ന വിത്തിന് എന്തൊക്കെ കാര്യങ്ങളാണ് നൽകിയത്? ആദ്യം നമ്മൾ ആ വിത്തിന്
സോയിൽ കൊടുത്തു അല്ലെ, മണ്ണ് കൊടുത്തു. എങ്ങനെയുള്ള മണ്ണാണ്? ഈർപ്പമുള്ള മണ്ണ് കൊടുക്കുന്നു. അത് മാത്രമല്ല ദിവസവും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ സോയിൽ കിട്ടി, വാട്ടർ കിട്ടി. ഇനി അതിന് എന്തുണ്ട് അവിടെ? സൂര്യപ്രകാശത്തിലാണ് വെച്ചിരിക്കുന്നത് അല്ലെ, സൺലൈറ്റ് ഉണ്ട്. അത് മാത്രമല്ല അത് തുറന്നാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ അതിന് വായു, എയറും ലഭിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതിന് ലഭിക്കുന്നുണ്ട്. ഇവിടെ നോക്കാം, all these factors necessary for germination of seed. അപ്പൊ ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും, ഈ പറയുന്ന വെള്ളം, അതുപോലെ വായു, മണ്ണ്, അതുപോലെ സൂര്യപ്രകാശം, അതായത് വാട്ടർ, സോയിൽ, എയർ ആൻഡ് സൺലൈറ്റ്, is all these factors necessary for germination of seed. ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നതിന് ഈ പറയുന്ന എല്ലാ ഘടകങ്ങളും ആവശ്യമുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് മറ്റൊരു എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കാം. നോക്കൂ മക്കളെ, ആദ്യം നമ്മൾ കണ്ടെത്താൻ പോകുന്നത്, നമ്മൾ പറയുന്നു ഇതെല്ലാം ആവശ്യമാണോ എങ്കിൽ നമുക്ക് ഓരോന്നും നോക്കാം. ഓരോന്നും എത്രത്തോളം ആവശ്യമുണ്ടെന്ന് നോക്കാം. ആദ്യം നമ്മൾ തന്നിരിക്കുന്ന എക്സ്പെരിമെന്റ് എന്താ മക്കളെ? നോക്കാം. ഈ സോയിൽ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. എന്റെ മക്കൾ ആദ്യം ചെയ്യാം ഫസ്റ്റ് എക്സ്പെരിമെന്റ്. ആദ്യത്തെ എക്സ്പെരിമെന്റ് നമ്മൾ എങ്ങനെ ചെയ്തു? അതിന്റെ ഒബ്സർവേഷൻ, അതിൽ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയല്ലേ? അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തി വെക്കണം. യു ഹാവ് ടു റൈറ്റ് ഇറ്റ് ഓൺ യുവർ നോട്ട്ബുക്ക്. ഓക്കെ, അടുത്തത് നിങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്, ഈ സോയിൽ നെസസറി ഫോർ ദ സീഡ് ടു ജെർമിനേറ്റ്. സോയില് സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ ആവശ്യമാണോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മൾ നേരത്തെ എക്സ്പെരിമെന്റ് നമ്മൾ പറഞ്ഞു, അവന് ആവശ്യമായിട്ടുള്ള സോയിൽ കൊടുത്തു. ആ സോയില് മോയ്സ്ചർ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല വെള്ളത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു, സൺലൈറ്റ് ഉണ്ടായിരുന്നു, അതുപോലെ എയറും ഉണ്ടായിരുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തത് സീഡ് ജെർമിനേറ്റ്. ഇനി നമ്മൾ ഓരോന്നും എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? സോയില് സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ ആവശ്യമുണ്ടെന്നാണ് ആദ്യം മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ നോക്കാം, ആ ഒരു എക്സ്പെരിമെന്റില് നമ്മൾ ആദ്യം ഒരു ഗ്ലാസ് ടംബ്ലർ ഒരു ഗ്ലാസ് എടുക്കാം. ആ ഗ്ലാസ്സിലേക്ക് ഒരു വെറ്റ് കോട്ടൺ ബോൾ എടുക്കാം. അതായത് ഒരു പഞ്ഞി അല്ലെ, പഞ്ഞി ഒരു ബോളിന്റെ രൂപത്തിലാക്കിയിട്ട് ആ പഞ്ഞിയിൽ എന്തുണ്ട്? ഈർപ്പമുണ്ട്. അങ്ങനെ ഈർപ്പമുള്ള ഒരു പഞ്ഞിയെ ഗ്ലാസ്സിലേക്ക് ഇടുക. ഇനി അതിലേക്ക് സീഡ്സ് ഇടുക. അതിലേക്ക് എന്ത് ചെയ്യാം? സീഡ്സ് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നോക്കാം, വാട്ട് ഫാക്ടേഴ്സ് ഡു ദി സീഡ്സ് ഗെയിൻ. അപ്പൊ ഈ ഒരു സീഡിന് എന്തൊക്കെ ഘടകങ്ങളാണ്, എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇതിലൂടെ ലഭിക്കുന്നത്? നോക്കാം, നമ്മൾ പറഞ്ഞു ഈർപ്പമുള്ള വെച്ചായിട്ടുള്ള കോട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെ, വെച്ച് കോട്ടൺ ബോൾ ആണ്, ഈർപ്പമുള്ള പഞ്ഞിക്കട്ടയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈർപ്പമുള്ളതായതുകൊണ്ട് അതിന് ആ സീഡിന് എന്ത് ലഭിക്കാൻ സാധ്യതയുണ്ട്? വെള്ളം അല്ലെ, വാട്ടർ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇനി നോക്കാം, ആ സീഡിന് എന്താണ്? തുറന്നു വെച്ചിരിക്കുകയാണ്. ആ സീഡ് തുറന്നു വെച്ചിരിക്കുകയാണ്. തുറന്നു വെച്ചിരിക്കുമ്പോഴത്തേക്കും അതിന് എന്ത് ലഭിക്കുന്നുണ്ട്? ആ സൂര്യപ്രകാശം ലഭിക്കുന്നുണ്ട്, ആവശ്യത്തിന് എയർ ലഭിക്കുന്നുണ്ട്. അപ്പൊ ഈ മൂന്ന് ഘടകങ്ങൾ അതിന് തീർച്ചയായും ലഭിക്കുന്നുണ്ട്. അപ്പൊ നോക്കിയ മക്കളെ, ടീച്ചർ എന്താ പറഞ്ഞത്? ആദ്യം പറഞ്ഞു നമ്മൾ ഒരു ഗ്ലാസ് എടുക്കുക, അതിന് കുറച്ച് സീഡ്സ് ഇടുക. അപ്പൊ ഈ സീഡ്സ് ഇട്ടു. ഇനി ആ സീഡ്സ് എവിടെ ഇട്ടത്? ഈർപ്പമുള്ള സോയിലാണ് അല്ലെ, മോയ്സ്ചർ കണ്ടന്റുള്ള സോയിലാണ് ഈ സീഡ്സ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല നമ്മള് സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്താണ് വെച്ചു കൊടുക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ ഇവിടെ സീഡ് ജെർമിനേഷൻ ആവശ്യമുള്ള ഘടകങ്ങൾ ഈ ഗ്ലാസ്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കാം, അടുത്ത ഗ്ലാസ്സിൽ എടുക്കാം. അപ്പൊ നമ്മൾ മനസ്സിലാക്കി ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ ഇതൊക്കെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കി. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രധാനമായ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നതിന്, ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനമായിട്ട് അല്ലെങ്കിൽ നെസസറി ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് നമ്മൾ കണ്ടെത്താൻ പോകുന്നത്. അതിന് നമ്മൾ മറ്റൊരു എക്സ്പെരിമെന്റ് ഒരു ടംബ്ലർ എടുത്ത് ഗ്ലാസ് എടുത്തു. ഇനി ആ ഗ്ലാസ്സിലേക്ക് നമ്മളൊരു കോട്ടൺ ബോൾ ആണ് ഇടുന്നത് അല്ലെ, വെറ്റായിട്ടുള്ള കോട്ടൺ ബോൾ ആണ്, അത് ഈർപ്പമുള്ള കോട്ടൺ ബോൾ ആണ് ഇട്ടിരിക്കുന്നത്. ആ കോട്ടൺ ബോളിലേക്കാണ് നമ്മൾ സീഡ് കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഇത് തുറന്നാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ സീഡിന് എന്തൊക്കെ ലഭിക്കാൻ സാധ്യതയുണ്ട്? അതെ, ഈ സീഡിന് വാട്ടർ, മോയ്സ്ചർ കണ്ടന്റ് ഉള്ള കോട്ടൺ ബോളിന്റെ വെള്ളം ലഭിക്കാൻ സാധ്യതയുണ്ട് അല്ലെ. മാത്രമല്ല ഇത് ഓപ്പൺ ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതില് എയറിന്റെ പ്രസൻസ്, എയർ ഉണ്ട് അവിടെ. അത് മാത്രമല്ല സൺലൈറ്റിൽ ഇത് ലഭിക്കുന്നുണ്ട് അല്ലെ. ഈ മൂന്ന് ഫാക്ടേഴ്സ് ഇതിന് ലഭിക്കുന്നുണ്ട്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഏതോ ഒരു ഘടകമാണ് ഇതിൽ ലഭിക്കാത്തത്. എന്ത് ഫാക്ടർ ആണ് ഈ പറയുന്ന രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഇല്ലാത്തത്? നോക്കി മക്കളെ, നിങ്ങൾ എന്താണ് അവിടെ ഇല്ലാത്തത്? അതെ, നമ്മൾ മനസ്സിലാക്കി നേരത്തെ പഠിച്ച എന്താണ്? ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണമെന്ന് പഠിച്ചു? വാട്ടർ, എയർ, സൺലൈറ്റ്, സോയിൽ എന്ന് പഠിച്ചു അല്ലെ. അപ്പൊ ഈ ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോ നമ്മൾ എന്തിവിടെ എടുത്തില്ല? അപ്പൊ നമ്മൾ 3 എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്ത് അല്ലെ. 3 എക്സ്പെരിമെന്റ് നമ്മൾ എന്താ മനസ്സിലാക്കിയത്? ആദ്യത്തെ കേസിൽ നമ്മൾ പറഞ്ഞു കോട്ടൺ ബോൾ അല്ലെ. എങ്ങനത്തെ കോട്ടൺ? വെച്ച് കോട്ടൺ ബോൾ ആണ് എടുത്തത് അല്ലെ, വെച്ചായിട്ടുള്ള പഞ്ഞിയാണ് എടുത്തത്. ഈർപ്പമുള്ള പഞ്ഞിയിലാണ് നമ്മൾ സീഡ്സ് ഇട്ട് കൊടുത്തത്. ബാക്കി എല്ലാ ഫാക്ടേഴ്സും അതിന് പ്രൊവൈഡ് ചെയ്തു. അപ്പൊ ആ ഘടകങ്ങളൊക്കെ കൊണ്ട് അവിടെ സീഡ് എന്ത് ചെയ്തു? ജെർമിനേറ്റ് ചെയ്തു അല്ലെ. രണ്ടാമത്തെ കേസിൽ നമ്മൾ എന്തെടുത്ത? ഡ്രൈ സോയിൽ ആണ്, എല്ലാ ഫാക്ടേഴ്സിനും പ്രൊവൈഡ് ചെയ്തു. ഡ്രൈ സോയിൽ ആണ്, വെള്ളം ഒട്ടും കൊടുത്തിട്ടില്ല. അപ്പൊ ആ സീഡ്സ് അവിടെ ജെർമിനേറ്റ് ചെയ്തില്ല. അപ്പൊ മനസ്സിലാക്കി മറ്റൊരു ഘടകം ഏതാണ്? വാട്ടർ ആണ് സീഡ് ജെർമിനേഷൻ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് മനസ്സിലാക്കി. അടുത്ത മറ്റൊരു എക്സ്പെരിമെന്റ് ചെയ്തു. അവിടെ നമ്മൾ എല്ലാ ഫാക്ടേഴ്സും കൊടുത്തു, പകരം അതിന് കവർ ചെയ്ത് വെച്ചു, സൺലൈറ്റ് പ്രൊവൈഡ് ചെയ്തില്ല. നമുക്ക് എന്ത് കണ്ടെത്താൻ സാധിച്ചു? അവിടെ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിച്ചു. അപ്പൊ നമ്മളിവിടെ നോക്കാം, ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് പ്രധാനമായിട്ട് ആവശ്യമുള്ളത് നമ്മൾ മനസ്സിലാക്കി. വെള്ളം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? സീഡ് ജെർമിനേറ്റ് ചെയ്യില്ല. നമ്മൾ ആ എക്സ്പെരിമെന്റ് കണ്ടു. ഡ്രൈ സോയിലിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഫാക്ടേഴ്സും ആ സീഡ് ലഭിച്ചുവെങ്കിലും ആ സീഡ്
ജെർമിനേറ്റ് ചെയ്തോ? ഇല്ല. കാരണം അതിന് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് എന്താണ്? വെള്ളം, അല്ലെ? വാട്ടർ. അത് അതിന് ലഭിച്ചില്ല, അതുകൊണ്ട് ആ സീഡ്സ് ജെർമിനേറ്റ് ചെയ്യില്ല. അപ്പൊ വാട്ടർ ഈസ് നെസസറി ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടതാണ് വെള്ളമാണ്, അല്ലെ? ഇനി വേണ്ടാതായിട്ട് നമ്മൾ കണ്ട സോയിൽ ഇല്ലെങ്കിലും ഇവിടെ സീഡ് ജെർമിനേറ്റ് ചെയ്തു, അല്ലെ? അപ്പൊ എന്താണ്? സോയിൽ അത്യാവശ്യമില്ല. ഇനി സൺലൈറ്റിന്റെ പ്രസൻസ് ഇല്ലെങ്കിലും ഇവിടെ സീഡ് ജെർമിനേറ്റ് ചെയ്തു. അപ്പൊ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ സീഡ് മുളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് രണ്ട് ഫാക്ടേഴ്സ് അത്യാവശ്യമില്ല? സോയിലും സൺലൈറ്റും നെസസറി അല്ല. മനസ്സിലായോ? ഇപ്പൊ വെള്ളം ഏറ്റവും അത്യാവശ്യമാണ്. ഈ സോയിലും സൺലൈറ്റും എന്തല്ല? അത്ര അത്യാവശ്യം അല്ല. സോയിലും സൺലൈറ്റും ഇല്ലെങ്കിലും എന്ത് ചെയ്യും? ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത്. ഇനി വാട്ടർ, air and suitable temperatures are also necessary for seed germination. ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ പ്രധാനമായിട്ടും വേണ്ട 3 കാര്യങ്ങൾ എന്തൊക്കെയാണ്? വാട്ടർ വേണം, എയർ വേണം, അതുപോലെ സ്യൂട്ടബിൾ ടെമ്പറേച്ചറും വേണം. ഇതൊക്കെയാണ് വാട്ടർ, എയർ ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. ഒരു സീഡ് മുളയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആവശ്യമായിട്ട് എന്തൊക്കെ ഘടകങ്ങളാണ്? വെള്ളം വേണം, പിന്നെ വായു വേണം, അല്ലെ? അതുപോലെ തന്നെ സ്യൂട്ടബിൾ, അതിനാവശ്യമായിട്ട് ഊഷ്മാവ്, സ്യൂട്ടബിൾ ടെമ്പറേച്ചർ, ഇത്രയും ഘടകങ്ങൾ മസ്റ്റ് ആയിട്ട് വേണം. അപ്പൊ നോക്കാം എന്താണ് സീഡ് ജെർമിനേഷന് പ്രധാനമായിട്ട് വേണ്ടത്? വാട്ടർ, എയർ ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. ഇനി പ്രധാനമായിട്ട് വേണ്ടത് വെള്ളമാണെന്ന് പറഞ്ഞു, സോയിലും സൺലൈറ്റും അത്യാവശ്യമല്ലെന്നും പറഞ്ഞു, അല്ലെ? ഇനി പറഞ്ഞ എന്താണ്? ഡിഫറെന്റ് സീഡ്സ് ഹാവ് ഡിഫറെന്റ് ജെർമിനേഷൻ ടൈംസ് ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. പല സീഡുകൾ എടുത്താല് അവർക്കെല്ലാം മുളയ്ക്കുന്ന സമയം, എത്ര കാലം കൊണ്ട് അത് മുളയ്ക്കും എന്നുള്ളത് ഡിഫറെന്റ് ആയിരിക്കും, വ്യത്യസ്തമായിരിക്കും. അതുപോലെ അതിനാവശ്യം ഒരു സീഡ് മുളയ്ക്കാൻ ആവശ്യമുള്ള ടെമ്പറേച്ചറും പല സീഡുകൾക്ക് വ്യത്യസ്തമായിരിക്കും. അപ്പൊ ഡിഫറെന്റ് സീഡ്സ് ഹാവ് ഡിഫറെന്റ് ജെർമിനേഷൻ ടൈംസ് ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. കുറെ സീഡ്സ് എടുത്താൽ ആ സീഡ്സിനെല്ലാം ജെർമിനേഷൻ ടൈം, മുളയ്ക്കുന്ന സമയവും അതുപോലെ അതിന് ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചറും വ്യത്യാസമായിരിക്കും. ഇത്രയാണ് മക്കളെ ഇന്ന് പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ എന്തൊക്കെ വേണം മക്കളെ? പഠിച്ച കാര്യങ്ങൾ ഓർത്തെടുത്തേ. നമ്മൾ ഒത്തിരി എക്സ്പെരിമെന്റ്സ് ചെയ്തു. എക്സ്പെരിമെന്റ്സിലൂടെ നമ്മൾ എന്തൊക്കെ മനസ്സിലാക്കി? വെള്ളം, അല്ലെ? വാട്ടർ ഇസ് വെരി നെസസറി ഫോർ ജെർമിനേഷൻ ഓഫ് സീഡ്സ്. Then which are the 2 factors which are not very necessary? ഏതൊക്കെയാണ് 2 ഫാക്ടേഴ്സ് അത്ര അത്യാവശ്യമില്ലാത്തത്? സോയിലും സൺലൈറ്റും. സോയിലും സൺലൈറ്റും ഇസ് നോട്ട് നെസസറി ഫോർ ജെർമിനേഷൻ ഓഫ് എ സീഡ്. ഇനി ഇതിനോട് നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടേഴ്സ് എന്ന് സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ വെച്ചാൽ ഏതൊക്കെയാണ്? വാട്ടർ, എയർ ആൻഡ് സ്യൂട്ടബിൾ ടെമ്പറേച്ചർ. ഇനി മൂന്നാമത് പഠിച്ചത് എന്താണ്? ഡിഫറെന്റ് സീഡ്സ് ഹാവ് ഡിഫറെന്റ് ജെർമിനേഷൻ ടൈംസ് ആൻഡ് അതുപോലെ ഡിഫറെന്റ് ജെർമിനേഷൻ ടൈംസും അതുപോലെ തന്നെ എന്താണ്? അവരുടെ സ്യൂട്ടബിൾ ടെമ്പറേച്ചറും വ്യത്യാസമായിരിക്കും. ഓരോ സീഡ്സിനും ജെർമിനേഷൻ ടൈംസും അതിൽ എത്ര സമയം എടുത്ത് ജെർമിനേറ്റ് ചെയ്യുന്നുള്ളതും അതിന് ആവശ്യമുള്ള സ്യൂട്ടബിൾ ടെമ്പറേച്ചർ എന്തായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ പ്രധാനമായിട്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ കുഞ്ഞുങ്ങളെ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആയോ? അപ്പൊ നമ്മള് ഇന്ന് കുറച്ച് കാര്യങ്ങളാണ് മനസ്സിലാക്കിയത്. നിങ്ങളെ ടീച്ചർ പറഞ്ഞ കാര്യം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് പ്രധാനമായിട്ട് പഠിച്ചതാണ് ഫാക്ടേഴ്സ് നെസസറി ഫോർ ജെർമിനേഷൻ ഓഫ് എ സീഡ്. ഒരു സീഡ് ജെർമിനേറ്റ് ചെയ്യാൻ എന്തൊക്കെ ഘടകങ്ങളാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്? ഇനി ആര് ചോദിച്ചാലും ഇതിന് ഉത്തരം നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ കുഞ്ഞുങ്ങളെ ഇന്ന് ടീച്ചർ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായോ? അപ്പൊ നമ്മൾ ഇന്ന് സീഡ്സ് ഓഫ് ലൈഫ് എന്ന ചാപ്റ്ററിലെ വളരെ കുറച്ച് പോർഷൻസ് ആണ് ഡിസ്കസ് ചെയ്ത്. എന്റെ മക്കൾക്ക് ഇനി ആര് ചോദിച്ചാലും ഈ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കുമല്ലോ. അപ്പൊ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൽ തന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കാം. അതിനുവേണ്ടി തീർച്ചയായും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്ത ക്ലാസ് നമുക്ക് കാണാം.